നാം കുറച്ചു നാളുകളായി പരിശോധിക്കുകയാണെങ്കിൽ NSSഉം അതോടൊപ്പം തന്നെ സുകുമാരൻ നായരും രാഷ്ട്രീയ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ഒരു കാലത്ത് സമദൂരം പാലിച്ചിരുന്ന സുകുമാരൻ നായർ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് CPMന് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഹിന്ദു ഐക്യം NSS SNDP ഐക്യത്തെക്കുറിച്ച് പരാമർശം നടത്തുന്നു. ആ പരാമർശത്തിന്റെ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ അവിടെ സന്ദർശനം നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം BJPയുമായി ബന്ധപ്പെട്ടാണ് ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത്. ഉപരാഷ്ട്രപതിയെ തന്നെ തടയുന്ന രീതിയിലേക്ക് NSS വളർന്നിട്ടുണ്ടോ? രാഷ്ട്രീയമായി ഈ വിവാദങ്ങൾക്ക് പിന്നിൽ എന്താണ്? കഴിഞ്ഞ കുറേ നാളുകളായി ഇതേപോലെ പല വിഷയങ്ങളിലായി NSS വാർത്തകളിൽ സ്ഥാനം പിടിക്കുകയാണ്. അത് ഓരോ സമയത്തും ചിലർക്ക് അനുകൂലമായും ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു മന്നത്ത് പത്മനാഭൻ എന്ന ആത്മീയ ആചാര്യൻ, അതിനേക്കാൾ ഉപരി നവോത്ഥാന നായകൻ എന്ന ആ വ്യക്തിയെയാണ് നമ്മൾ NSS എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മ വരുന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ രാവിലത്തെ പ്രാർത്ഥനാ ഗീതം, നിങ്ങളുടെ കാലത്തൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാനൊക്കെ ചൊല്ലിയിട്ടുള്ളത് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയുന്നു. NSSന്റെ രൂപീകരണ നാളിൽ ഉൽപ്പന്നപ്പിരിവ് വീടുകളിൽ കയറി പിരിക്കാനായിട്ട് നടന്നു പോകുമ്പോൾ പന്തളം PR എഴുതിയ ആ കവിത ദേശീയ ഗാനമായി അല്ലെങ്കിൽ ഈശ്വര ഭക്തിയുടെ ഭാഗമായി എല്ലാ ഈശ്വര പ്രാർത്ഥനയായി രാവിലെ അഖിലാണ്ട മണ്ഡലം, വൈകിട്ട് ജനഗണമന. അങ്ങനെ വന്ന കേരളത്തിലെ ഒരു സമൂഹത്തിന് ഈ അഖിലാണ്ട മണ്ഡലം NSSന് വേണ്ടി എഴുതിയതാണെന്നോ ഇത് നായന്മാരെ സ്തുതിക്കുന്നതാണെന്നോ ഉള്ള ഒരു വാക്കുപോലും ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് NSS, സ്ഥാനമാണ് NSS. നിർഭാഗ്യവശാൽ ഇപ്പോൾ പല പല തീരുമാനങ്ങൾ കൊണ്ടും ആ തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ അവർക്ക് അതിൻ്റേതായ ന്യായീകരണം ഉണ്ടാകാം. പക്ഷെ എന്ത് ന്യായീകരണം പറഞ്ഞാലും അത് ചെന്ന് തറയ്ക്കുന്ന, ഇപ്പം കോൺഗ്രസ്സുകാരെന്തെങ്കിലും ഒരു വൃത്തികേട് കാണിച്ചാൽ അത് ചെന്ന് തറയ്ക്കുന്നത് ആരിലായിരിക്കും? മഹാത്മാഗാന്ധിയിലായിരിക്കും. ഗാന്ധിയും ഇന്നത്തെ കോൺഗ്രസ്സുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെങ്കിലും വിമർശിക്കുന്നവർ ഒരു കോൺഗ്രസ്സുകാരൻ എന്തായാലും ചെയ്തു കഴിഞ്ഞാൽ ഗാന്ധിയെ ആയിരിക്കും പള്ളു പറയുന്നത്. അതേപോലെ ഈ NSSന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എന്ത് തീരുമാനമെടുത്താലും അത് സമൂഹത്തിൽ വരുത്തുന്ന വിഷയം ആരിൽ ചെന്ന് തറയ്ക്കും? മന്നത്ത് പത്മനാഭനിലും NSSലും ചെന്ന് തറയ്ക്കും. ഒരു കാര്യം ഉറപ്പാണ്, SNDPയെ നമ്മളുടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന അതിൻ്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ അതുപോലെ കൈകാര്യം ചെയ്യാൻ ഇപ്പുറത്തെ NSSൽ ശ്രീ സുകുമാരൻ നായർക്ക് കഴിയും എന്നാരും കരുതുന്നില്ല. കാരണം അവിടെ കുറേ ജനാധിപത്യമുണ്ട്, ഉൾപാർട്ടി ചർച്ചയുണ്ട്, തുറന്ന സമീപനമാണ്, നേരത്തെ പറഞ്ഞ സമദൂര സിദ്ധാന്തമാണ്, ഒക്കെയാണ്. മറ്റേ അപ്പുറത്തെ SN ട്രസ്റ്റിൽ അതല്ല, SNDPയിൽ അതല്ല. ഇദ്ദേഹം എങ്ങോട്ട് പോകുന്നു അത് അങ്ങോട്ട് തന്നെയാണ് എന്നാണ് വെപ്പ്. ആളുകൾ വോട്ട് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. പക്ഷേ എതിരഭിപ്രായമൊന്നും അവിടെ കേൾക്കാറില്ല. ഇവിടെ അങ്ങനെയല്ല. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ പറഞ്ഞ എന്താണ് നായാടി മുതൽ നമ്പൂരി വരെ എന്നുള്ള ആദ്യവും ഇപ്പോൾ നായർ മുതൽ നസ്രാണി വരെ എന്നുള്ള പുതിയ പുതിയ ആപ്തവാക്യങ്ങൾ. അതിൽ നിന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് യൂട്ടേൺ അടിക്കേണ്ടി വന്നത് ഈ ചർച്ച, ആഭ്യന്തര ചർച്ച അതിനകത്ത് വന്നതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ വിഷയം ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിക്ക് അവിടെ പുഷ്പാർച്ചന നടത്താനുള്ള അനുമതി നിഷേധിക്കുകയാണ്. അപ്പോൾ അതിന് അദ്ദേഹം വേണമെങ്കിൽ പറയുന്നത് മുന്നേ കൂട്ടി അനുവാദം ചോദിച്ചില്ല എന്നൊക്കെയുള്ളതായിരിക്കും. പക്ഷേ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നിഷേധിക്കപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയല്ല ഈ CP രാധാകൃഷ്ണൻ എന്ന ഉപരാഷ്ട്രപതി. നേരത്തെ പലർക്കും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പഴയ പ്രധാനമന്ത്രി PV നരസിംഹറാവു സന്ദർശിച്ചപ്പോൾ മന്നം സമാധിയിൽ ഷൂസ് ഇട്ടുകൊണ്ട് കയറി എന്ന് പറഞ്ഞ് വലിയ വിഷയമുണ്ടായി. അത് അന്ന് വലിയ പ്രശ്നമായിരുന്നു. സുരേഷ് ഗോപി ഇദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ മീറ്റിങ്ങിൽ അനുവാദമില്ലാതെ വന്ന് കയറി എന്നുള്ള കാരണം കൊണ്ട് ഇറക്കി വിട്ടു. അന്ന് അദ്ദേഹം അന്നത്തെ ചില വാചകങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾക്ക് ഓർമ്മ വരുന്നു. അദ്ദേഹം നായരാണ്, NSS ആണെന്ന്
മാത്രമല്ല പറഞ്ഞ ചെവിയിൽ കൂടെയുള്ള നായരാണ്. അപ്പം അങ്ങനെയൊക്കെ ഈ നായന്മാരിൽ വേർതിരിവുണ്ടെന്നൊക്കെയുള്ള പുതിയ അറിവാണ്. ചെവിയിൽ കൂടെയുള്ള നായർ, കൂടെ ഇല്ലാത്ത നായർ, അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പം നോക്കൂ, ആ NSS എന്ന് പറയുന്ന ആ മഹാപ്രസ്ഥാനം ഈ വാർത്തകളിൽ ലൂടെ കുപ്രസിദ്ധി നേടുന്ന ആ പ്രവണത ഒരു കാലത്ത് ഉണ്ടാകാൻ പാടില്ല. അവിടെ മറ്റൊരു കാര്യം നമ്മൾക്ക് ചോദിക്കാനുള്ളത്, അത് ശ്രീ മന്നത്ത് പത്മനാഭൻ എന്ന അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അവിടെ നിയന്ത്രണം വെക്കേണ്ട കാര്യമെന്താ? അവിടെ ആർക്കും കയറിക്കൂടി. അപ്പം അവിടെ നിയന്ത്രണം വെക്കുക കുടുംബസ്മാരകം പോലെ മാറിയിട്ടുണ്ടല്ലോ, അത് മാറ്റുകയാണ്. എന്ന് മാത്രമല്ല, തീണ്ടലും തൊടിയിലും ചാതുർവർണ്ണയവും അതിനൊക്കെ എതിരെ പോരാടി സ്വന്തം പേരിൻ്റെ വാല് പോലും മുറിച്ച് കളഞ്ഞ് എൻ്റെ പേര് കൊണ്ട് എൻ്റെ സമുദായം ആരും അറിയണ്ട എന്ന് വരെ വിപ്ലവ തീരുമാനമെടുത്ത ആ വ്യക്തിയെ ചെന്ന് അനുസ്മരിക്കാനോ പുഷ്പാർച്ചന നടത്താനോ എനിക്കിഷ്ടമുള്ളവരെ അല്ലെങ്കിൽ ഞങ്ങളുടെ NSSന് ഇഷ്ടമുള്ളവരെ അനുവദിക്കൂ എന്ന് പറയുമ്പോൾ ആ പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു പോവുകയല്ലേ? അത് ഉചിതമാണോ എന്നുള്ളതാണ്. ഇപ്പം ഇതിപ്പം ഉപരാഷ്ട്രപതി ആണെങ്കിലും അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പം ആ ആംഗിളിലൂടെ കാണുന്നവർ വേണമെങ്കിൽ പറയും, അത് BJPക്കാരനല്ലേ, നന്നായി, അങ്ങനെ ഇപ്പം BJPക്കാർ. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ആ സ്ഥാനത്തിരിക്കുന്ന ആൾ BJP അല്ല, ഏതായാലും ആ സ്ഥാനത്തെയാണ്. ഉപരാഷ്ട്രപതിക്ക് അയിത്തം കൽപ്പിക്കുന്ന ഒരു ഇത് രാഷ്ട്രപതിക്കും വന്നപ്പോഴും വിവാദങ്ങളൊക്കെ ഉണ്ടായി, പല വിവാദങ്ങളും അപ്പോഴും ഉണ്ടായി. അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നാളുകളായി ഇത് പരിശോധിക്കുകയാണെങ്കിൽ CPMന് അനുകൂലമായ തീരുമാനങ്ങളാണല്ലോ ചങ്ങനാശ്ശേരിയിൽ നിന്നുണ്ടാകുന്നത്. CPMന് അനുകൂലമായ ചില നിലപാടുകൾ, അതായത് പൂർണ്ണമായ സമദൂരത്തിൽ മാത്രമാണ് NSSനെ ജനം കണ്ടുകൊണ്ടിരുന്നത്. അവരുടെ പ്രവൃത്തികളും അതുപോലെ ആയിരുന്നു. അത് ചില സന്ദർഭങ്ങളിൽ ചില ഒറ്റപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ എടുത്ത തീരുമാനങ്ങൾ ഗുണകരമല്ലാതെയും പോയിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുന്നത്, നമ്മൾ തുറന്ന ഒരു ചർച്ചയായതുകൊണ്ട്, വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ശ്രീ K. മോഹൻകുമാർ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ NSS സജീവമായി രംഗത്തിറങ്ങുമെന്നൊരു പ്രസ്താവന ഇറക്കി. സമദൂര സിദ്ധാന്തത്തിൻ്റെ വ്യതിയാനമാണ്. വല്ല പ്രയോജനം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനം ഉണ്ടായില്ല. മറുഭാഗത്ത് അതിനെ ഉപയോഗപ്പെടുത്തി ഭൂരിപക്ഷം കൂട്ടി എന്നുള്ളതാണ്. അപ്പം NSS സമദൂരത്തിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഇങ്ങനെ ആർക്കെങ്കിലും വേണ്ടി, ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിലും, ഇപ്പം കോൺഗ്രസ്സിന് വേണ്ടിയിട്ടാണ് അന്ന് പറഞ്ഞെങ്കിലും പ്രയോജനപ്പെട്ടോ. ഇപ്പോൾ CPMന് വേണ്ടിയിട്ടാണ് ശ്രീ വെള്ളാപ്പള്ളിയുടെ കൂടെ അദ്ദേഹം നേരിട്ട് അയ്യപ്പ സംഗമത്തിന് പോയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ അയച്ചുവെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായോ? അപ്പോൾ ഈ അനുഭവങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ അനുഭവങ്ങളിലൂടെയാണല്ലോ പാഠം പഠിക്കേണ്ടത്. NSS എന്ന് പറയുന്ന പ്രസ്ഥാനം അതിൻ്റെ രൂപീകരണ നാൾ മുതൽ എടുത്തിട്ടുള്ള അതിൻ്റെ പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്നാൽ ആരെയും അകറ്റി നിർത്തേണ്ട, ആരെയും അമിതമായി അടുപ്പിക്കേണ്ട, സമദൂരം തന്നെയാണ്. എല്ലാവർക്കും ഇവിടെ സന്ദർശിക്കാവുന്ന ഒരു മാതൃകാ സ്ഥലമാണ് എന്ന നിലയിൽ അത് അനുവദിക്കണം എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതൊരു വ്യക്തി കേന്ദ്രീകൃതമായി പോകുന്ന ആ സംഘടനയ്ക്ക് നല്ലതാണ്. വ്യക്തി കേന്ദ്രീകൃതമായി മതസംഘടനകളോ സാമുദായിക സംഘടനകളോ സാംസ്കാരിക സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഗവൺമെൻറ്റോ പോയാൽ എന്താകുമെന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും നല്ല ലൈവ് തെളിവാണ് കേരള മുഖ്യമന്ത്രി. അവിടെ ഒറ്റ പേരേ ഉള്ളൂ, പിണറായി. LDF 3-0 എന്ന് പോലും അല്ല പ്രചരണം. എന്താ? പിണറായി വിജയൻ 3-0. അധികാരം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചാൽ അത് ഏത് പ്രസ്ഥാനമായാലും, അത് മതസംഘടനയായാലും ഏതായാലും അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. NSS ആയാലും SNDP ആയാലും ഇനി ജമായത്ത് ആയാലും മറ്റേ ക്രിസ്ത്യൻ സഭകളായാലും ഇതിനൊക്കെ ഒരു പരിധി വെക്കണം. ഇത്ര വർഷത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ തുടർച്ചയായി ഇത്ര നാൾ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കയിലൊരു പ്രസിഡൻ്റായിട്ട് എത്ര നാൾ ഇരിക്കാം? 2 ടേം ഇല്ലേ? എന്തുകൊണ്ട് അത്തരത്തിലുള്ള ടേമുകളും കാലാവധിയും ഒക്കെ വെച്ചുകൂടാ? അപ്പോൾ അത് തുടങ്ങേണ്ടത് എനിക്ക് തോന്നുന്നത് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് അത് ആരംഭിക്കണം. അതുപോലെ ആരെയും അകറ്റി നിർത്താത്ത സമീപനവും അവരാരംഭിക്കണം. അങ്ങനെ കേരളത്തെ മൊത്തത്തിൽ അത് എല്ലാ മേഖലകളിലും ഈ നിലപാട് വരാൻ വേണ്ടി സഹായിക്കും.
അല്ലാതെ ഈ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പോലെയുള്ളവർ ഉൾപ്പെടെയുള്ളവർ അതൊരു ധിക്കാരത്തിൻ്റെയും കൂടി ഒരു മെസ്സേജാണ്. രാഷ്ട്രപതി അല്ല ഇനി ആരായാലും അതൊക്കെ മേലെ ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം അത് ഭൂഷണമല്ല. പ്രത്യേകിച്ച് NSSന് ഒട്ടും ഭൂഷണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.